ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡ് വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ആദ്യത്തെ അടിപൊളി ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ എപ്പിസോഡിലാണെങ്കിൽ സച്ചി രേവതിക്ക് സ്കൂട്ടറൊക്കെ വാങ്ങി കൊടുത്തിരിക്കുകയാണ്. സ്കൂട്ടറിൽ ഓൺലൈനായിട്ട് പൂക്കച്ചവടമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ളവർക്കെല്ലാം ശ്രുതിക്കും ഒക്കെ ഭയങ്കര ദേഷ്യമാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്രമതിയും ശ്രുതിയും കൂടി പറയുന്നുണ്ട്, ഇതെന്തൊരു കഷ്ടം, ഒരു വിധത്തിലാണ് ആ പൂക്കട ഇവിടെ നിന്ന് ഒഴിവാക്കിയത്, അപ്പോൾ ദേ അടുത്ത മാർഗം കണ്ടുപിടിച്ചല്ലോ എന്നൊക്കെ. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് കേട്ടോ നമ്മുടെ ശ്രുതിക്ക് ഓരോ ആഗ്രഹങ്ങളൊക്കെ തോന്നുക, ഒരു ബിസിനസ് തുടങ്ങാനൊക്കെ. അങ്ങനെ പണ്ട് കാനഡയിൽ പോയ നമ്മുടെ നീലിമ 55 ലക്ഷം രൂപയാണല്ലോ പറ്റിച്ചുകൊണ്ട് പോയത്. അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുകയും അത് വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ സച്ചി അവസാനം എല്ലാ സത്യങ്ങളും ആ രവീന്ദ്രനെയും അതുപോലെ ചന്ദ്രമതിയൊക്കെ അറിയിക്കുകയാണ് കേട്ടോ. നീലിമ ആ പൈസ തിരിച്ചു കൊടുത്തെന്നും അത് ഇവർ ആവശ്യത്തിനായിട്ട് ചിലവാക്കിയിട്ടുണ്ടെന്നും തിരിച്ചു വീട്ടിൽ തന്നിട്ടില്ല എന്നുള്ള വിവരമൊക്കെ പറയുമ്പം ചന്ദ്രമതി ഉൾപ്പെടെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ എല്ലാവരെയും വിളിച്ച് ഇറക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചി. വാതിൽ ഗേറ്റ് തുറന്ന് നോക്കുമ്പോൾ തന്നെ വാതിക്കൽ നല്ല സുന്ദരക്കുട്ടി വണ്ടി ഇരിക്കുകയാണ് കേട്ടോ. നല്ല ചുമപ്പ് കളറിലെ മാലയൊക്കെ ഇട്ടിട്ട് വണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ചോദിക്കുന്നുണ്ട് രവി, ഇതാരുടെ വണ്ടിയാടാ, ഇതെന്താ ഇവിടെ വെച്ചിരിക്കുന്നത്? അപ്പോൾ സച്ചി പറയാ, ഇത് നമ്മുടെ സ്വന്തം വണ്ടിയാച്ചാ എന്ന് പറയാണ്. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, സ്വന്തം വണ്ടിയോ? നീ പുതിയ സ്കൂട്ടറും എടുത്തോ? എന്തിനാ ഇപ്പം സ്കൂട്ടറൊക്കെ എടുത്തേ? അപ്പം സച്ചി പറയാ, ഞാനിതങ്ങ് എടുത്തന്നേ, എനിക്ക് എടുക്കണമെന്ന് തോന്നി, അതുകൊണ്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ ശ്രുതിയും ചന്ദ്രമതിയൊക്കെ പതുക്കെ പറയാണ്, ഇവൻ്റെ കയ്യിൽ ഇത്രയും പണം ഉണ്ടായിരുന്നോ ഈ സ്കൂട്ടർ എടുക്കാനായിട്ടൊക്കെയുള്ള എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുക. അപ്പം ഉടനെ സച്ചി പറയുന്നുണ്ട്, ഇത് ഞാൻ രേവതിക്ക് വേണ്ടിയിട്ട് എടുത്താ. രേവതി ആഗ്രഹിച്ച് ആറ്റുനോറ്റൊരു പൂക്കട വെച്ച് അത് നല്ല രീതിയിൽ അവൾ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന അത് ചില കുശുമ്പ് പിടിച്ച ശകുനികൾ പരാതി കൊടുത്ത് ഇവിടുന്ന് എടുത്തു മാറ്റിച്ചു. പക്ഷേ അങ്ങനെ അവൾ വെറുതെ വീട്ടിലിരിക്കാൻ പാടില്ലല്ലോ. കാരണം അവൾ ചെറുപ്പകാലം തൊട്ട് ഓടി നടന്ന് ജോലി ചെയ്തവരാ. ഇവിടെയുള്ള പാർലറെത്തിയേക്കാളും അതുപോലെ ഡബ്ബ് ചെയ്യാൻ പോകുന്നവരെക്കാളും മറ്റുള്ളവരെക്കാളും ഒക്കെ കൂടുതൽ പണി ചെയ്തിട്ടുണ്ട്. ചെറുപ്പകാലം തൊട്ട് പണി ചെയ്ത് ജീവിച്ച രേവതി ചുമ്മാ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ സ്കൂട്ടറിൽ അവൾ നടന്ന് പൂക്കച്ചവടം നടത്തും, മാലകളും വിൽക്കും. 500 മാലയെങ്കിലും വിറ്റ് കാശുണ്ടാക്കും. ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് അവർ സ്കൂട്ടറിൽ കൊണ്ടുവന്ന് മാല കൊടുക്കും. അതിലാർക്കും പരാതിയൊന്നും ഇല്ലല്ലോ. അപ്പോഴേക്കും ഉടനെ നമ്മുടെ വർഷ പറയുന്നുണ്ട്, അത് അടിപൊളി ഐഡിയ, നന്നായി, രേവതി അടുത്തേക്ക് ചേരും. കാരണം ഇനിയിപ്പോൾ ഈ വാതുക്കലിട്ട് സ്കൂട്ടർ ഈ മാല വിറ്റാനും ആർക്കും കൊണ്ടുപോയി കോർപ്പറേഷനിൽ പരാതിയൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും രവിയോട് പറഞ്ഞ്, ഈ താക്കോലൊന്ന് കൊടുത്തേ അച്ഛൻ രേവതിയുടെ കയ്യിലേക്കെന്ന് പറയുമ്പം രവി ചന്ദ്രമതിയെ കൂടി വിളിക്കുക. ചന്ദ്രേ വാ എന്ന് പറയുമ്പം ഇഷ്ടമില്ലാതെ മനസ്സോടെ ചന്ദ്രമതിയും കൂടെ കൂടിയിട്ട് ആ താക്കോലങ്ങ് കൊടുക്കുകയാണ് കേട്ടോ വണ്ടിയുടെ. അങ്ങനെ വണ്ടി കിട്ടിക്കഴിയുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ സച്ചി പറയാ, ഇനി ഇതൊന്ന് ഓടിച്ചേ എന്ന് പറയുമ്പം രേവതി സാരിയൊക്കെ എടുത്ത് കുത്തി വണ്ടി ഓടിക്കാനായിട്ട് കയറുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇത് ഓടിക്കാൻ എങ്ങാനും അറിയാവോ ഇനി? അപ്പോൾ രേവതി പറയാം, ആഹാ, എനിക്ക് ഓടിക്കാൻ അറിയാവുന്നോ, വന്ന് പുറകെ കയറ്, ഞാൻ കാണിച്ചു തരാം ഓടിക്കാൻ അറിയാവോന്ന് എന്നും പറഞ്ഞിട്ട് സ്കൂട്ടറിൽ കയറുക രേവതി. സച്ചിയാണെങ്കിൽ രേവതിയുടെ പുറകെ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രേവതിയെ സ്കൂട്ടർ ഓടിച്ചു പോവുക. അപ്പം ഇത് നോക്കി നമ്മുടെ ചന്ദ്രമതി നിൽക്കുക. ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഒരു വിധത്തിൽ അവളെ ഒതുക്കാമെന്ന് വിചാരിച്ചത് ആ പൂക്കട പോയപ്പം ഇതിപ്പോൾ അതും പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ അവനാടെ സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു. ഇനി ലോകം മുഴുവൻ അവൾ പൂവും കൊണ്ട് നടക്കും. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കും ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതിയും ചന്ദ്രമതിയും കൂടെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അതേസമയം വർഷയ്ക്കും ശ്രീകാന്തിനും ഒക്കെ ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ആകെ മൊത്തം മനസ്സിലൊരു പ്രയാസം. കാരണം ശ്രുതിക്ക് മാത്രം ഇപ്പോൾ പണിയൊന്നുമില്ലല്ലോ, ബാക്കി എല്ലാവർക്കും പണിയായി. നമ്മുടെ രേവതിക്കാണെങ്കിലും പൂക്കട പോയെങ്കിലും പുതിയ പൂക്കച്ചവടത്തിനുള്ള വഴിയൊക്കെ നമ്മുടെ സച്ചി തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. ആ ഒരു കുശുമ്പും ഇഷ്ടമില്ലായ്മയും ഒക്കെ നമ്മുടെ ശ്രുതിയുടെ മുഖത്തുണ്ട്. ശ്രുതിയാണെങ്കിൽ റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം അങ്ങോട്ട് ശ്രുതി വരുന്നുണ്ട്. ശ്രുതി ചോദിക്കുക, എന്തു പറ്റി ശ്രുതി, എന്താ ഇങ്ങനെ ഇരിക്കുന്നേ?
അപ്പോൾ ശ്രുതി പറയാം, ഓ എല്ലാവർക്കും എല്ലാം ആയി, ഇപ്പം ഞാൻ മാത്രം ഒന്നിനും കൊള്ളാത്തവനായി. എന്നെ ഒന്ന് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഒന്ന് രക്ഷപ്പെട്ടു പോയേനെ. അപ്പോൾ ശ്രുതി ചോദിക്കുക, എന്താ സ്കൂട്ടർ വാങ്ങണമെന്നാണോ? ഇപ്പം രേവതി സ്കൂട്ടർ ഓടിച്ച് പോകുന്ന കണ്ടപ്പോഴാണല്ലോ ഈ വിഷമം. അപ്പോൾ ശ്രുതി പറയാം, അത് തന്നെയാണ് എനിക്ക് വിഷമം. കണ്ടില്ലേ സച്ചി രേവതിക്ക് കട പോയപ്പോൾ പുതിയ കടയ്ക്ക് പകരം സ്കൂട്ടർ വാങ്ങി കൊടുത്തത് കണ്ടില്ലേ? ആ സ്കൂട്ടർ ആണെന്ന് നമ്മളിനി പൂക്കച്ചവടം ചെയ്യും. അതേസമയം എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല. അതുപോലെ തന്നെ സച്ചിക്ക് വണ്ടി പോയപ്പോഴേക്കും രേവതി സച്ചിക്ക് കാറ് വാങ്ങി കൊടുത്തില്ലേ? എനിക്കോ എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഇന്നൊരു ബിസിനസ് തുടങ്ങിയേനെ എന്ന് പറയുക. അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയുന്നുണ്ട്, എന്താ ഞാനിപ്പം സഹായിക്കുന്നില്ലെന്നാണോ ശ്രുതി പറയുന്നത്? എനിക്കിപ്പോൾ സഹായിക്കാൻ എൻ്റെ ഈ പണമുണ്ടോ? എനിക്ക് എൻ്റെ അച്ഛൻ ജയിലിലാണെന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയില്ലേ? അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എങ്ങനെയെങ്കിലും പണം വാങ്ങി ഒരു ബിസിനസ് തുടങ്ങായിരുന്നു. അപ്പോൾ ശ്രുതി പറയാം, ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷേ എന്ത് ചെയ്യാനാ, ഞാൻ മാത്രം ഇപ്പോൾ ഒരു കഴിവില്ലാത്തവനായിട്ട് ഇങ്ങനെ ഇരിക്കുക. ബാക്കി എല്ലാവരും ഇവിടുന്ന് ജോലിക്കൊക്കെ പോകുന്നുണ്ട്, എനിക്ക് മാത്രം ഒന്നുമില്ല എന്ന് പറയുമ്പം ശ്രുതി പറയാണ്, ഓഹോ അപ്പം ഞാൻ പണം തന്ന് സഹായിക്കണം എന്നായിരിക്കും. അപ്പോൾ ശ്രുതി എൻ്റെ പണത്തെയാണ് സ്നേഹിച്ചത്, അല്ലാതെ എന്നെ അല്ലല്ലേ? അപ്പോൾ ശ്രുതി പറയാണ്, അങ്ങനെയല്ല ശ്രുതി, ഞാൻ നിന്നെ തന്നെയാണ് സ്നേഹിച്ചത്. നിന്നെ അന്ന് ആദ്യമായിട്ട് കണ്ടപ്പം നീ പണക്കാരിയാണോ പാവപ്പെട്ടവളാണോ എന്നൊന്നും നോക്കിയില്ല, നിന്നെ മാത്രമേ എനിക്ക് ഇഷ്ടമായുള്ളൂ. പിന്നെ ഇപ്പം നിൻ്റെ അച്ഛന് പണം ഉണ്ടെന്ന് അറിഞ്ഞപ്പം കുറച്ച് പണം കിട്ടി സഹായിച്ചിരുന്നെങ്കിൽ നമുക്കൊരു ബിസിനസ് തുടങ്ങാമായിരുന്നെന്ന് ഞാൻ പറയായിരുന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ നിന്നെയാണ് സ്നേഹിച്ചത്, അല്ലാതെ നിൻ്റെ പണത്തെ ഒന്നും അല്ലെന്ന് പറയുക. അപ്പോൾ ശ്രുതി പറയുക, അത് ശ്രുതി, അച്ഛൻ ജയിലില്ലാന്ന് പറഞ്ഞില്ലേ, പണം എങ്ങനെയെങ്കിലും തരും. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്താ ഇങ്ങനെ തുടങ്ങുന്നേ? അപ്പോൾ ശ്രുതി പറയാം, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, എനിക്കും ഒരു ബിസിനസ്, ഒരു ഇലക്ട്രോണിക്സ് കടയൊക്കെ തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അതിനുള്ള പണം എവിടുന്നാ കൊണ്ടുവരിക? അപ്പം പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറയാണ്, അതെ, പണ്ട് നിങ്ങളെ പറ്റിച്ച ഒരു 55 ലക്ഷം രൂപയായിട്ട് കാനഡയിലേക്ക് ഒരുത്തി പോയില്ലേ, അവളെ കണ്ടെത്തി അവളുടെ പണം വാങ്ങുക, അതാ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവളെ എങ്ങനെയാണ് കണ്ടെത്തുക? അവളതും കൊണ്ട് പോയില്ലേ ആ നീലിമ എന്ന് പറയുമ്പോഴേക്കും ഉടനെ ശ്രുതി പറയുന്നുണ്ട്, അത് നമുക്ക് ആ ഏജൻസിയിലൊന്ന് പോയാലോ? അന്ന് ആ റിക്രൂട്ടിംഗ് ഏജൻസിയിൽ വെച്ചിട്ടല്ലേ അവൾ നിങ്ങളുടെ പണം തട്ടിക്കൊണ്ട് പോയത്? അവിടെ ചെന്നാൽ അവളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വല്ലതും കിട്ടുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവളെ കണ്ടെത്തി നമുക്ക് കേസ് കൊടുക്കുമോ അല്ലെ അന്വേഷിച്ച് അവൾക്കിപ്പോൾ പണമൊക്കെ ആയി കാണും, നമ്മുടെ പണം തിരിച്ചു തരാൻ പറയാം, ആ പണം കൊണ്ട് നിനക്കൊരു ബിസിനസ്സും തുടങ്ങാം എന്ന് പറയാണ്. അപ്പോൾ ശ്രുതിയും സമ്മതിക്കുക, ശരിയാ, നമുക്ക് അവിടെ പോയി ഒന്ന് അന്വേഷിക്കാം, ആ പണം ഇപ്പോൾ കിട്ടുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ ശ്രുതിയും കൂടി ആ ഏജൻസിയിൽ ചെല്ലുമ്പോഴേക്കും അവിടെയാണെങ്കിൽ വേറൊരു സ്റ്റാഫാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, പഴയ സ്റ്റാഫൊക്കെ മാറി. അപ്പോൾ ശ്രുതി പറയാം, അവിടെ റെക്കോർഡ്സിലൊക്കെ കാണുമല്ലോ, നമുക്ക് ചോദിക്കാമെന്ന് പറയാം. അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോഴേ ആ പെൺകുട്ടി ചോദിക്കുന്നതൊക്കെ ഇവർക്ക് എബ്രോഡ് പോകാനുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ. അപ്പം ശ്രുതി പറയുന്നുണ്ട്, നമുക്കൊന്ന് പോയാലോ, ഹണിമൂണിനൊക്കെ ഒന്ന് പോയാലോ? അപ്പോൾ ശ്രുതി പറയുക, ഇപ്പോൾ ഹണിമൂണിന് പോകാൻ പറ്റിയ സമയമല്ലേ, നിങ്ങൾ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ചോദിക്കുക, അല്ലാതെ ഈ കാര്യത്തിന് വേണ്ടിയാണോ നമ്മളിവിടെ വന്നത്? അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഞാൻ നേരത്തെ ഒരു പെൺകുട്ടിയായിട്ട് ഇവിടെ വന്നിരുന്നു, ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് അറിയാനാ അവർ കാനഡയ്ക്ക് പോവുകയും ചെയ്തു എന്ന് പറയുമ്പം ആ പെൺകുട്ടി പറയുന്നുണ്ട്, ആ ഡീറ്റെയിൽസൊക്കെ ഇനിയിപ്പം കണ്ടെത്തണമെങ്കിൽ വലിയ പാടായിരിക്കും എന്നിങ്ങനെ പറയുക. അപ്പോഴേക്കും ഈ നമ്മുടെ ശ്രുതി ഫോണിൽ നിന്ന് ആ പെൺകുട്ടിയുടെ നീലിമയുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ ഇതാ ഈ പെൺകുട്ടിയാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഉടനെ തന്നെ ശ്രുതി ചോദിക്കുക, നിങ്ങളിപ്പം ഇപ്പോഴും ആ പെണ്ണിൻ്റെ ഫോട്ടോ ഫോണിൽ കൊണ്ട് നടക്കുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഏയ് ഞാൻ കൊണ്ട് നടക്കുകയൊന്നുമല്ല, ഇതിപ്പോൾ കുറേ സെർച്ച് ചെയ്ത് മെയിലിൽ നിന്ന് എടുത്തിട്ടതാ, അല്ലാതല്ല എന്ന് പറയാം. അപ്പോൾ ആ ഏജൻസിയിൽ അത് കാണിച്ചു കഴിയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, വലിയ ബുദ്ധിമുട്ടാണ് കണ്ടെത്തുവാണെങ്കിൽ അറിയിക്കാം, അല്ലാതെ ഇപ്പം പെട്ടെന്ന് നമുക്ക് അത് പറ്റില്ല എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അവരവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി പാർലറിൽ പോയിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഒരു ദിവസമാണ് നമ്മുടെ നീലിമ തിരിച്ച് കാനഡയിൽ നിന്ന് വരികയാണ്. കാനഡയിൽ നിന്ന് വന്നിട്ട് കുറേ പണമൊക്കെ ആയിട്ടുണ്ട്, ഇവിടെ കുറച്ച് പ്രോപ്പർട്ടിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിട്ടാണ് നീലിമ വന്നിരിക്കുന്നത്. ആ സമയത്ത് നീലിമ നമ്മുടെ സച്ചിയുടെ കാറിലാണ് കേട്ടോ കയറുന്നത്. സച്ചിക്കാണെങ്കിൽ നീലിമയെ അറിയേയില്ല. അങ്ങനെ നീലിമയ്ക്ക് കുറേ സ്ഥലത്തൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നീലിമയെ കൊണ്ടുപോവാണ്. നീലിമയെ കുറേ സ്ഥലത്തൊക്കെ കൊണ്ടുപോകുന്ന വഴി ബ്യൂട്ടി പാർലറിലൊന്ന് പോകണം എന്നുള്ള കാര്യം പറയുക. അപ്പോൾ സച്ചി കൊണ്ടുവന്ന് വിടുന്നത്
നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൻ്റെ മുമ്പിലാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് നീലിമ കയറി ചെല്ലുകയാണ്. അപ്പോൾ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ നീലിമ ചെല്ലുന്ന കാണുമ്പോഴേക്കും ശ്രുതിക്ക് ആളെ കണ്ടു കഴിയുമ്പോഴേക്കും മനസ്സിലാകാണ് കേട്ടോ, ഈ പെൺകുട്ടിയല്ലേ അന്ന് ഫോട്ടോയിൽ കണ്ടത്, ഇവിടെ തന്നെ ആയിരിക്കും ആ നീലിമ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. എന്നിട്ട് ശ്രുതി അവളുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ കുട്ടിയുടെ പേര്, എവിടെയാ സ്ഥലം എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ പേര് നീലിമ എന്നാണ്, ഞാൻ കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടെ കുറച്ച് പ്രോപ്പർട്ടി വാങ്ങുന്ന ആവശ്യത്തിനായിട്ട് വന്നിരിക്കുന്ന എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിക്ക് അങ്ങ് കത്തുകയാണ്. ശ്രുതി വിചാരിക്കുകയാണ്, ഇതല്ലേ ശ്രുതിയെ പറ്റിച്ചിട്ട് പണമായിട്ട് മുങ്ങിയ പെണ്ണ്, ശ്രുതിയെ ഇവിടെ വിളിച്ചു വരുത്തി ഇവളോട് കൈയോടെ പണം വാങ്ങാം, ഇപ്പോഴും ഇവളുടെ കയ്യിൽ പണം കാണും, കേസ് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് പണം തരും. അങ്ങനെ ശ്രുതിയെ വിളിച്ചു വരുത്തുകയാണ് കേട്ടോ, നീലിമ ഇവിടെയുണ്ട് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ നീലിമയുടെ അടുത്തേക്ക് ശ്രുതി വരിക. ശ്രുതിയെ കണ്ടു കഴിയുമ്പോൾ നീലിമ ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എടി കള്ളി, നീ അന്ന് എൻ്റെ 55 ലക്ഷം രൂപ അതും കൊണ്ടല്ലേ പോയത്, ആ പണം എനിക്ക് തിരിച്ചു വേണം. ഇപ്പം നീ കാനഡയിൽ പോയി കുറേ പണമൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ, എൻ്റെ പണം തിരിച്ചതാ. അപ്പോൾ നീലിമ പറയാണ്, ഞാൻ നിങ്ങളോട് പണം വാങ്ങിയതിനൊന്നും തെളിവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇപ്പം തൽക്കാലം ആ പണം തരാനൊന്നും പറ്റില്ല. ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങുന്ന ആവശ്യത്തിന് വന്നതാ, അത് വാങ്ങിയിട്ട് ഞാനങ്ങ് തിരിച്ചു പോകും. അപ്പോൾ ശ്രുതി പറയാ, ഓ അങ്ങനെ അങ്ങ് തിരിച്ചു പോയാലോ. അപ്പം നമ്മുടെ ശ്രുതി ഒരു കത്തി എടുത്തിട്ട് ആ നീലിമയുടെ കഴുത്തിലേക്ക് ഇങ്ങനെ വെക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, എടി മര്യാദയ്ക്ക് പണം തന്നിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് പോയിക്കോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും, ഇല്ലെങ്കിൽ നിന്റെ പേരിൽ കേസ് കൊടുക്കും, കേസ് കൊടുത്ത് ഞങ്ങളുടെ പണം തിരികെ വാങ്ങാൻ ഞങ്ങൾക്കറിയാം, അത് നിനക്ക് നാണക്കേട് വാങ്ങും, അതിഭേദം ഞങ്ങളുടെ പണം തന്നിട്ട് പോകുന്നതാ. അപ്പോൾ നീലിമ ആലോചിക്കുകയാണ്, കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പോക്കിൻ്റെ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോഴേക്കും പറയുന്നുണ്ട് നീലിമ, ശരി നിങ്ങളുടെ പണം ഞാൻ തരാം, ഇതൊരു വിഷയമാക്കാൻ പോകരുത്, കേസൊന്നും നിങ്ങൾ കൊടുക്കണ്ട, എനിക്ക് അടുത്ത ആഴ്ച തിരിച്ചു പോകാനുള്ളതാ, അപ്പോൾ പിന്നെ കേസും കൂട്ടമൊക്കെ ആയാൽ എനിക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പണം തന്നേക്കാമെന്ന് പറയണം. അങ്ങനെ പണം തിരികെ കൊടുക്കാമെന്നുള്ള എഗ്രിമെൻ്റൊക്കെ സമ്മതിക്കുക. അങ്ങനെ ഇവർക്ക് പണം കൊടുക്കുകയാണ് കേട്ടോ. അതൊരു പണം കൊടുക്കുന്നത് ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ട് പേപ്പറിലൊക്കെ എഴുതി വാങ്ങുന്നുണ്ട് നമ്മുടെ നീലിമ. എന്നിട്ട് 55 ലക്ഷം രൂപയും അതിൻ്റെ കൂടെ ശ്രുതി പറയുന്നുണ്ട്, 55 ലക്ഷം രൂപയും നീ ഇത്രയും നാളും അത് കൈവച്ചതിന് ഒരു 5 ലക്ഷം രൂപയെങ്കിലും പലിശയും തരണം, അങ്ങനെ ഒരു 60 ലക്ഷം രൂപയെങ്കിലും തരണം എന്ന് പറയണം. അത് നമ്മുടെ നീലിമ അങ്ങ് സമ്മതിക്കുകയാണ്, കേസും കൂട്ടും ഒക്കെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 60 ലക്ഷം രൂപ കൊടുത്ത് ഒരു പേപ്പറിലൊക്കെ ഒപ്പിട്ട് വാങ്ങുന്നുണ്ട്, ഇത് കൈപ്പറ്റിയതായിട്ട് ശ്രുതിയുടെ കയ്യിൽ നിന്ന്. അങ്ങനെ പണമൊക്കെ കൊടുത്തിട്ട് നീലിമ അങ്ങ് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഈ പണമൊക്കെ കിട്ടിയപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഹോ ഇത്രയും പണം കിട്ടി, ഇനി അവർക്ക് കൊടുക്കാനുള്ള വീതം നമുക്ക് കൊടുക്കാം, ശ്രീകാന്തിനും അതുപോലെ സച്ചിക്കും കുറച്ച് പണം വീതം കൊടുത്തേക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ ശ്രുതി പറയുക, എന്താ നിങ്ങൾ പറഞ്ഞത്, ഇത്രയും കഷ്ടപ്പെട്ട് ഈ പണം വാങ്ങിയിട്ട് ഇനി അതങ്ങ് തിരിച്ചു കൊടുക്കാനോ, തൽക്കാലം ഇത് കിട്ടിയതായിട്ട് ആരും അറിയണ്ട, ആർക്കും ഒരു വീതവും കൊടുക്കാൻ നിങ്ങൾ പോവുകയും വേണ്ട, നിങ്ങൾ ഇതുകൊണ്ട് ബിസിനസ് തുടങ്ങാൻ നോക്ക്, നിങ്ങൾക്കൊരു ഇലക്ട്രോണിക്സ് കട തുടങ്ങണമെന്നല്ലേ പറഞ്ഞത്, ഒരു നല്ല ഇലക്ട്രോണിക്സ് കട ഇതുകൊണ്ട് തുടങ്ങാം നമുക്ക്, അത് നോക്ക്, അല്ലാതെ ആരോടും പറയണ്ട. അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയുന്നുണ്ട്, അപ്പം പണം ഇലക്ട്രോണിക്സ് കട തുടങ്ങാൻ പണം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കില്ലേ അച്ഛനും അമ്മയൊക്കെ, അപ്പം നമ്മൾ എന്താ പറയുക. അപ്പം ശ്രുതി പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞോളാം, എൻ്റെ അച്ഛൻ ജയിലിലാണെങ്കിലും എങ്ങനെയെങ്കിലും വഴി കുറച്ച് പണം അറേഞ്ച് ചെയ്ത് തന്നതാണെന്ന് പറഞ്ഞോളാം, അല്ലാതെ ഈ കഥയൊന്നും ആരോടും പറയാൻ പോകണ്ടെന്ന് പറയാം. അങ്ങനെ ആരെ അറിയിക്കാതെ ശ്രുതി പുതിയ ഇലക്ട്രോണിക്സ് കട തുടങ്ങാണ് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട് രവിൻ, എവിടുന്ന് ഈ പണം കിട്ടിയത്, ഇപ്പം നിങ്ങൾക്ക് പണമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ശ്രുതി പറയാണ്, അതെ അതെൻ്റെ അച്ഛൻ ജയിലിൽ കിടക്കുകയാണേലും വേറൊരാൾ വഴി കുറച്ച് പണം അറേഞ്ച് ചെയ്ത് തന്നതാ, ശ്രുതിക്ക് പണിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇലക്ട്രോണിക്സ് കട തുടങ്ങാനായിട്ട്, അങ്ങനെ ഞങ്ങളിത് തുടങ്ങിയെന്ന് പറയാണ്. അങ്ങനെ ശ്രുതിയുടെ ഇലക്ട്രോണിക്സ് കടയുടെ ഉദ്ഘാടനമൊക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കുകയാണ്. നമ്മുടെ ചന്ദ്രമതിയാണ് കേട്ടോ ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷവും അഹങ്കാരവും ഒക്കെ ആവുകയാണ്. എൻ്റെ ശ്രുതി അവൻ ഇലക്ട്രോണിക്സ് കട തുടങ്ങിയിരിക്കുന്നു, ഒരു ബിസിനസ് മാനായിരിക്കുന്നു, ഇനി അവൻ ഉയർന്നുയർന്ന് ഇങ്ങനെ വരുന്നത് എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ആകെ മൊത്തം സന്തോഷത്തിലായി, ഇലക്ട്രോണിക്സ് കടയും തുടങ്ങി, എല്ലാം ആയി. അങ്ങനെ അവർ ബിസിനസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം നമ്മുടെ രേവതിയാണെങ്കിൽ ഓൺലൈനിൽ പൂക്കച്ചവടമൊക്കെ ആയിട്ടോ. രേവതിയുടെ വീട്ടിൽ ചെല്ലുമ്പം രേവതിയുടെ അനിയൻ എതിർക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അനിയത്തിയും അമ്മയും ഒക്കെ നല്ല സപ്പോർട്ടാണ്. അങ്ങനെ നല്ല രീതിയിൽ രേവതിയും ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക. അതേസമയമാണ് ഒരു ദിവസം പിന്നെയും ഒരു വർഷത്തിന് ശേഷം നമ്മുടെ നീലിമ എത്തുകയാണ്. അങ്ങനെ നീലിമ കാറിൽ കയറുകയാണ് സച്ചിയുടെ. അത് നമ്മുടെ രേവതിയുടെ അനിയത്തിക്ക് അറിയാമല്ലോ നീലിമയെ. അപ്പോൾ സച്ചിയുടെ കാറിൽ നീലിമ ഇരിക്കുന്നത് ആ കുട്ടി കാണുകയാണ്.
അങ്ങനെ സച്ചിയോട് ആ കുട്ടി പറയുന്നുണ്ട്, ദേവു, അതെ സച്ചിയേട്ടൻ്റെ കാറിൽ ഇന്ന് പോയത് ആ നീലിമയല്ലേ? ഏത് നീലിമ? അത് അന്ന് നമ്മുടെ സുധീരനെ പറ്റിച്ച് പണം കൊണ്ട് മുങ്ങിയ ആ പെൺകുട്ടി. അപ്പോൾ സച്ചി പറയാണ്, ആ കുട്ടിയാണോ അത്? അതെ, ആ കുട്ടിയാണത്. അപ്പോൾ സച്ചി പറയാ, അമ്പടി കേമി, അവൾ എൻ്റെ അച്ഛൻ്റെ പെൻഷൻ കാശ് മുഴുവനും പറ്റിച്ചുകൊണ്ട് പോയത്. 30 വർഷം എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട പണം അത് ഞാൻ തിരിച്ചു മേടിക്കും എന്നും പറഞ്ഞ് സച്ചി നീലിമയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് നീലിമയോട് പറയുന്നുണ്ട്, എടി പെരുങ്കള്ളി, നീ കാനഡയിലേക്ക് പോയപ്പം 55 ലക്ഷം രൂപ എൻ്റെ ചേട്ടനെ പറ്റിച്ച് കൊണ്ടുപോയില്ലേ? അത് എൻ്റെ അച്ഛൻ പെൻഷനായപ്പം അച്ഛന് കിട്ടിയ പണമാ. 30 വർഷത്തോളം വണ്ടി ഓടിച്ചിട്ട് പാവം ഉണ്ടാക്കിയ പണമാ അത്. ഞങ്ങൾക്കൊക്കെ അത് ഷെയർ ഉണ്ട്. അതും പറ്റിച്ചോണ്ടാണ് നീ പോയത്. ആ പണം ഇപ്പം എടുക്കടിയെന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ നീലിമ പറയാ, എന്താ നിങ്ങൾ പറയുന്നത്? എനിക്ക് സുധിയെ അറിയാം, നിങ്ങളുടെ ചേട്ടനാണ് സുധി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അതെ, എൻ്റെ ചേട്ടനാ സുധി, എൻ്റെ ചേട്ടനെ പറ്റിച്ചല്ലേ നീ കൊണ്ടുപോയേ എന്ന് ചോദിക്കുക. അപ്പം നീലിമ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. ഞാൻ സുധിയുടെ കയ്യിൽ നിന്ന് 55 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് തന്നെയാണ് പോയത്. പക്ഷേ 1 വർഷം മുമ്പ് ഞാൻ വന്നപ്പം ആ പണം ഞാൻ അവർക്ക് തിരിച്ചു കൊടുത്തല്ലോ. അപ്പോൾ സച്ചി പറയാം, ദേ, വെറുതെ വിളച്ചിലെടുക്കാതെ സത്യം പറയടി, ആ പണം തിരിച്ചു താടിയെന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ നമ്മുടെ നീലിമ പറയുന്നുണ്ട്, ആ പണം ഞാൻ തിരിച്ചു കൊടുത്തു. അന്ന് എന്നെ ഇതുപോലെ അവരുടെ പാർലറിൽ ചെന്നപ്പം വിളിച്ച് സംസാരിക്കുകയും സുധിയുടെ ഭാര്യയെ ശ്രുതിയും കൂടി എന്നെ ഭീഷണിപ്പെടുത്തുകയും പണം തന്നില്ലെങ്കിൽ കേസ് കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ തന്നെ ആ പണം കൊടുത്തു. അതിനുശേഷമാണ് ഞാൻ പോയത്. പിന്നെ 1 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. അവർ എഗ്രിമെൻറ്റും എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. അതിന് കോപ്പി വേണമെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പിൽ അതിന് കോപ്പിയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നീലിമ. അപ്പോൾ സച്ചിക്ക് വിശ്വാസമാവാണ്. സച്ചി പറയുന്നുണ്ട്, എന്നിട്ട് ആ പണം കിട്ടിയ കാര്യം സുധി പറഞ്ഞില്ലല്ലോ അവിടെ. അതുപോലെ തന്നെ ആ പണത്തിൻ്റെ ഷെയർ എനിക്കും ശ്രീകാന്തിനും ഒക്കെ ഉള്ളതാ. അത് ഞങ്ങൾക്കും തന്നില്ല, അച്ഛനും കൊടുത്തിട്ടില്ല. പിന്നെ അവർ ആ പണം എന്ത് ചെയ്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ നീലിമ പോയി കഴിയുമ്പോഴേക്കും വീട്ടിലേക്ക് ചെല്ലാണ്. നല്ല ദേഷ്യത്തിൽ തന്നെയാണ് സച്ചി. ചെന്നിട്ട് എല്ലാവരെയും വിളിക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, ശ്രുതി നിങ്ങൾ എല്ലാവരും ഇങ്ങ് വന്നേ എന്ന് പറയാം. അങ്ങനെ എല്ലാവരും വന്ന് നിൽക്കുമ്പോഴേക്കും സച്ചി പറയാണ്, അച്ഛന് പെൻഷൻ പണമായിട്ട് കിട്ടിയ ആ 55 ലക്ഷം രൂപ ഇവൻ കൊണ്ടുവന്ന് ഒരു നീലിമയ്ക്ക് കൊടുത്തു വിട്ടില്ലേ കാനഡയ്ക്ക്? ആ പണം തിരികെ കിട്ടിയിട്ടുണ്ട് ഇവർക്ക്. എന്നിട്ട് അത് നമുക്ക് തന്നിട്ടില്ല. ഇപ്പോഴും ആ പെൺകുട്ടി തന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. 1 വർഷം മുമ്പ് ആ പെൺകുട്ടി 60 ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തു. ആ പണം എവിടെ പോയെന്നറിയില്ല. എനിക്കും ശ്രീകാന്തിനും അതുപോലെ അച്ഛനും ഒക്കെ ഷെയറുള്ള പണമല്ലേ, എല്ലാവർക്കും അത് തരണ്ടേ? അച്ഛൻ 30 വർഷം കഷ്ടപ്പെട്ട പണം അച്ഛന് തിരികെ കൊടുക്കണ്ടേ? ഇവരാ പണം എന്ത് കാണിച്ചു? ഇപ്പം ആ പെൺകുട്ടിയല്ല ഇവരെ ഈ പണം തട്ടിയിരിക്കുന്നത്. നിങ്ങൾ എന്ത് കാണിച്ചാ പണം എന്നും പറഞ്ഞ് ശ്രുതിയുടെ കുത്തിന് പിടിക്കുകയാണ് കേട്ടോ സച്ചി. അപ്പം ശ്രുതിയാണ് പിടിച്ചു മാറ്റുന്നുണ്ട്, നിങ്ങളങ്ങോട്ട് മാറെന്ന് പറയുക. അപ്പോഴേക്കും ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എടാ ശ്രുതി, നിങ്ങൾക്ക് ആ പണം കിട്ടിയോ? ശ്രുതി, നിങ്ങൾ ആ പണം എന്ത് കാണിച്ചു? അച്ഛൻ കഷ്ടപ്പെട്ട ആ പണം അതിപ്പോൾ തന്നെ എനിക്ക് കിട്ടണം. ആ പണം നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്തത്? അപ്പോൾ ഉടനെ ശ്രുതി പറയാം, അയ്യേ, ഞങ്ങൾക്ക് ആ പണമൊന്നും തന്നില്ല, സച്ചി ചുമ്മാ പറയുന്നതെന്ന് പറയാം. അപ്പം സച്ചി ഒറ്റ ഒരെണ്ണം കൊടുക്കുക. എന്നിട്ട് പറയാം, ചുമ്മാ ഞാൻ പറയുന്നതോ? എന്താ ഈ പറയുന്നത്? ആ പെൺകുട്ടി എഴുതി തന്ന എഗ്രിമെൻ്റ് ഇതാ. ഇനി ഇത് കോടതി കയറി ഇറങ്ങണമെന്ന് നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയാം, അതച്ഛാ, ആ പണം ഞങ്ങൾക്ക് കിട്ടി. ഇവർക്കൊക്കെ ഉള്ള ഷെയർ ഉണ്ടെന്ന് അറിയാം. പക്ഷേ അത് കൊണ്ടാണ് ഇപ്പം നമ്മുടെ സുധിയേട്ടൻ ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്. ആ ഇലക്ട്രോണിക്സ് കട തുടങ്ങിയിരിക്കുന്നത് ആ പണം കൊണ്ടാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഷെയറൊക്കെ തരാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് സുധിയേട്ടൻ്റെ കടയല്ലേ, സുധിയേട്ടന് ജീവിക്കണ്ടേ, ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം സച്ചി അങ്ങ് ചൂടാവുക. ആർക്കാ ഇവിടെ ജോലിയുള്ളത്? ഞാൻ എന്ത് കഷ്ടപ്പെട്ടു ജോലിയില്ലാതെ. എന്നിട്ട് രേവതിയല്ലേ എനിക്കൊരു കാർ വാങ്ങി തന്നത്. അതുപോലെ തന്നെ രേവതിയുടെ പൂക്കട പോയിട്ട് ഞാൻ അവൾക്കൊരു സ്കൂട്ടർ വാങ്ങി. ഇപ്പോൾ അവൾ സ്കൂട്ടറിലല്ലേ പൂക്കച്ചവടം നടത്തുന്നത്. നിങ്ങൾ മാത്രം അച്ഛന് കിട്ടിയ പണം ഒറ്റയ്ക്കങ്ങ് വിഴുങ്ങാമെന്ന് വിചാരിച്ചോ? അതൊന്നും നടക്കില്ല. എന്നിട്ട് ആ പണം തിരികെ കിട്ടിയിട്ട് നിങ്ങൾ അച്ഛനെ പോലും അറിയിക്കാതെ നിങ്ങൾ ഇലക്ട്രോണിക്സ് കട തുടങ്ങിയല്ലേ? എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ അച്ഛൻ ജയിലിൽ നിന്ന് വേറെ ആരാണ്ട് വഴി പണം തന്നതാന്നല്ലേ? ഇത്രയധികം കള്ളത്തരങ്ങൾ ഈ വീട്ടിൽ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ കേട്ടോ അമ്മേ, അച്ഛനും കേട്ടോ എന്ന് പറയുമ്പം രവി പറയാണ്, എന്നാലും നിങ്ങളത് ചെയ്തത് മോശമായിപ്പോയി. ആ പണം കിട്ടിയപ്പം അതെന്നെ നിങ്ങൾ അറിയിക്കേണ്ടതായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതിയും പറയുന്നുണ്ട് കേട്ടോ, ശ്രുതിയും ചെയ്തത് ശരിയായ കാര്യമൊന്നുമല്ല. ആ പണം
അച്ഛൻ്റെ പണമാണ്, അതിന് അച്ഛനും മറ്റുള്ളവർക്കും എല്ലാ അവകാശമുണ്ട്. ഇല്ലെങ്കിലും ആ പണം കിട്ടിയ വിവരം എന്നെ അറിയിക്കണമായിരുന്നു. ഇപ്പോൾ ദേ ഇലക്ട്രോണിക്സ് കട തുടങ്ങിയത് നിന്റെ അച്ഛൻ കൊണ്ടുവന്നതെന്നല്ലേ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഈ പണമായിരുന്നല്ലേ. എന്തായാലും ആ പണം എനിക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യണം. ഈ കുടുംബത്തിൽ എല്ലാവർക്കും കൂടെ അർഹതപ്പെട്ട പണമാണ് അത്. ശ്രുതിയും ശ്രുതിയും കൂടെ അതങ്ങ് മറച്ചു വെക്കാനൊന്നും നോക്കണ്ടായിരുന്നു. ഉടനെ തന്നെ എനിക്ക് ആ പണം തിരികെ കിട്ടണം എന്ന് ചന്ദ്രമതി പറയാ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതമ്മേ എങ്ങനെയാമ്മേ, ബിസിനസ്സൊക്കെ ഇനി നിർത്തിയിട്ട് വേണ്ടേ അമ്മയ്ക്ക് ആ പണം തരാൻ. അപ്പം രവി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. അപ്പം സച്ചിൻ പറയാ, എനിക്ക് ഷെയർ ഒന്നും വേണമെന്നൊന്നുമില്ല, പക്ഷേ ഇവൻ കള്ളത്തരം കാണിക്കുമ്പം അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിതിവിടെ പറഞ്ഞത്. അങ്ങനെ എല്ലാം മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ നന്നായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്യാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്